ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാർക്ക്, ഞങ്ങളൊരു 4-5 കൂട്ടുകാർ വളരെ തിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, 10th വരെയുള്ള കാലത്തെ. അപ്പോൾ ഈ അടുത്ത കൂട്ടുകാർക്ക് അറിയാമായിരുന്നു എനിക്ക് അച്ഛനാകാൻ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ എല്ലായിടത്തും ഒന്നും പറഞ്ഞൊന്നുമില്ല, അവർക്കറിയാം അച്ഛനാകാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ അങ്ങനെ അത്ര വലിയൊരു നല്ല കൊച്ചൊന്നും ആയിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ. കുറച്ച് കുസൃതിയും ഉഴപ്പും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാധാരണ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരോടാണ് ഈ ഉഴപ്പിനൊക്കെ പോകുന്നത്, കൂട്ടുകാരോടാണ് ഇടയ്ക്ക് ഈ കുരുത്തക്കേട് കാണിക്കാൻ പോകുന്നത്. പക്ഷെ ചില ഹൈ ലെവൽ കുരുത്തക്കേട് ഇവർ പ്ലാൻ ചെയ്യും. അതുണ്ടല്ലോ, ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ പല ഡിഗ്രി ഉണ്ടല്ലോ. ഒരു സോഫ്റ്റ് ഡിഗ്രിയിലുള്ള കുരുത്തക്കേട്, കുറച്ചുകൂടെ ഹൈ ഡിഗ്രിയിലുള്ള കുരുത്തക്കേട്. അപ്പോൾ ഈ സീരിയസ് കുരുത്തക്കേട് കാണിക്കാൻ വേണ്ടി ഇവന്മാർ പ്ലാൻ ചെയ്യുമ്പം ഇവന്മാരെന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇവന്മാർ നൈസായിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കും. ഇവന്മാർ പറയും, നീ ഇതിന് വേണ്ട. എന്താ കാര്യം? അവർക്കറിയാം എനിക്ക് അച്ഛനാകാൻ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കില്ലാത്ത ബോധം അവർക്ക് വെക്കുകയാണ്, ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഈ കുരുത്തക്കേട് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഇതിന് ഞങ്ങൾ പൊക്കോളാം, ഈ ഉഴപ്പിനൊക്കെ ഞങ്ങൾ പൊക്കോളാം, നീ ഉഴപ്പിക്കളയരുത്, ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. അത് ഞങ്ങളിവിടെ ഓക്കെയാണ്, ഈ സ്ഥലം ഞങ്ങൾ ഇതിനകത്തൊക്കെ ഉള്ളവരാണ്, പക്ഷെ നീ ഇവിടെ വരാൻ പാടില്ല. അതാണ് പത്രോസിന് അവർ കൊടുക്കുന്ന സൂചന. നീ ഇവിടെ, യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ.